മുൾമുനയിൽ നിർത്തിയ ക്ലൈമാക്സുകൾ. ആറ്റിങ്ങലിൽ ഒടുവിൽ അടൂർ പ്രകാശ് തന്നെ. ഏറ്റവും ചെറിയ ഭൂരിപക്ഷം. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത പോരാട്ടത്തിനാണ് ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലം സാക്ഷിയായത്. തുടക്കം മുതൽ വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആറ്റിങ്ങൽ മണ്ഡലം അടൂർ പ്രകാശ് നിലനിർത്തി. LDF സ്ഥാനാർത്ഥിയും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയ് ഉയർത്തിയ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലായിരുന്നു അടൂർ പ്രകാശിന്റെ വിജയം. 2019 തിരഞ്ഞെടുപ്പിൽ LDFന്റെ ഡോക്ടർ എ സമ്പത്തിനെതിരെ 38,247 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം ഇത്തവണയും വെറും 1,708 വോട്ടിൽ പിടിച്ചു നിർത്താൻ സാധിച്ചതിൽ LDFനും വി ജോയ്ക്കും സന്തോഷിക്കാം. ഇരു മുന്നണികൾക്കുമെതിരെ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച BJP സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ ഇത്തവണ 3,07,133 വോട്ടുകൾ നേടിയത് ശ്രദ്ധേയമായി. 2019 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ 2,48,081 വോട്ടുകൾ നേടിയെടുത്താണ് ഇത്തവണ മുരളീധരന് 59,052 വോട്ടുകൾ അധികം നേടാനായത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും LDF UDF സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ ലീഡ് 6,000-ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെന്നത് മണ്ഡലത്തിലെ കടുത്ത പോരാട്ടത്തിന്റെ തെളിവായി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച PL പ്രകാശ് 1,758 വോട്ടുകളും S പ്രകാശ് 744 വോട്ടുകളും നേടിയത് അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം കുറച്ചതിൽ പ്രധാനമായി. 9,665 വോട്ടുകളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വീണത്. കഴിഞ്ഞ തവണ 3,42,748 വോട്ടുകൾ നേടിയ LDFന് ഇത്തവണ 21,572 വോട്ടുകൾ കുറഞ്ഞു. മറ്റെങ്ങും കാണാത്ത വിധം കടുപ്പമേറിയ ത്രികോണ മത്സരമായിരുന്നു ആറ്റിങ്ങലിൽ. രാവിലെ 9 മണിയോടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്ന് ആദ്യ ഫലസൂചനകൾ വന്നപ്പോൾ അടൂർ പ്രകാശായിരുന്നു മുന്നിൽ. പിന്നാലെ 9:40 വന്ന ഫലസൂചനകളിൽ LDF സ്ഥാനാർത്ഥി വി ജോയ് 176 വോട്ടിന്റെ നേരിയ ലീഡ് നേടി. പക്ഷേ ഈ ലീഡിന് മിനിറ്റുകളുടെ മാത്രം ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. 10 മണി കഴിഞ്ഞതോടെ അടൂർ പ്രകാശ് 2,142 വോട്ടിന്റെ ലീഡ് നേടി. ഏറെയും കുറഞ്ഞും അദ്ദേഹത്തിന്റെ ലീഡ് മാറിമറിഞ്ഞ് ഒടുവിൽ 11 മണിയോടുകൂടി അടൂർ പ്രകാശ് 2,885 വോട്ടിന്റെ ലീഡെടുത്തു. 20 മിനിറ്റിനുള്ളിൽ ജോയ് ലീഡ് തിരികെ പിടിച്ചു. വീണ്ടും മാറിമറിഞ്ഞ ലീഡിനൊടുവിൽ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ വി ജോയ് തന്റെ ലീഡ് 4,317 ഉയർത്തിയതോടെ LDF കേന്ദ്രങ്ങളിൽ ആഹ്ലാദം അണപൊട്ടി. 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം ലീഡ് 5,526 ഉയർത്തിയതോടെ ഇത്തവണ LDF 2 സീറ്റുകളിലേക്കെന്ന സ്ഥിതിയായി. എന്നാൽ അവസാന 50,000 വോട്ടുകൾ എണ്ണിത്തീർന്നതോടെ അടൂർ പ്രകാശ് വീണ്ടും നേരിയ ലീഡ് സ്വന്തമാക്കുകയായിരുന്നു. ഒടുവിൽ 5 മണിയോടെ ഫലം പുറത്തു വന്നപ്പോൾ അടൂർ പ്രകാശിന് 1,708 വോട്ടിന്റെ വിജയം. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. 38,247 വോട്ടുകൾക്ക് 2019 അടൂർ പ്രകാശ് വിജയിച്ച മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ആ മുന്നേറ്റം സാധ്യമായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3,80,995 വോട്ടുകൾ നേടിയ അടൂർ പ്രകാശിന് ഇത്തവണ 58,111 വോട്ടുകളുടെ കുറവ് വന്നു. BJP സ്ഥാനാർത്ഥി ഇത്തവണ 59,052 വോട്ടുകൾ അധികം നേടിയെന്നത് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചുള്ള മുരളീധരന്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിൽ ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ശിവഗിരി മഠത്തിന്റെ പരോക്ഷമായ പിന്തുണയും മുരളീധരൻ ഉണ്ടായിരുന്നു.